അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിനിടയിൽ പലപ്പോഴും അത്യാഹിതങ്ങൾ പലതും കടന്നു വരും. കച്ചവടത്തിൽ പെട്ടെന്ന് തളർച്ചയും തകർച്ചയുമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബത്തിൽ പലരും നമ്മളോട് ഉപദേശിക്കും. എന്താണെന്നറിയില്ല, ഒരു വർഷക്കാലം കൊണ്ട് കച്ചവടം തീരെ, കടവും ബാധ്യതയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ന ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ, ഇന്ന ഒരു ഉസ്താദിനെ സമീപിച്ചാൽ, പേരുകേട്ട ഒരു ജിന്നുമ്മയെ സമീപിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം അവിടെ നിന്ന് കണ്ടെത്താം. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ രോഗത്തിൻ്റെ വല്ലാത്ത പിടിമുറുക്കി, രോഗം എന്താണെന്ന് ഡോക്ടർ വല്ലാതെ ഇരുട്ട് തപ്പുമ്പോൾ ഇത്തരം ജിന്ന് കേന്ദ്രങ്ങളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അവർ പഠിച്ചിട്ട് അവർ നമ്മുടെ മുന്നിൽ നിരത്തി തരും. 3-4 വർഷം കൊണ്ട് കച്ചവടമില്ല, ലോണും ബാധ്യതകളും ഒക്കെയാണ്. ഓരോന്നായി അവരിങ്ങോട്ട് തന്നെ പറയുമ്പോൾ നമ്മെക്കുറിച്ച് പഠിച്ച് നമ്മ വല വീശാനുള്ള നമ്പറുകൾ അവർ പ്രയോഗിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും ഇത്തരം ഇരുകാലികളായ പിശാചുക്കളുടെ മുന്നിൽ നമ്മൾ അടിയറവ് വയ്ക്കുകയാണ്. നമ്മുടെ ആശയെയും കീഴ്ചയെയും മാത്രമല്ല ചോർത്തിക്കളയുന്നത്, നമ്മുടെ പരലോകത്തെ, നമ്മുടെ ഖബർ ജീവിതത്തെ, നാളെ പരലോക ജീവിതത്തെ തകർത്ത് കളയുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ആലോചിച്ചു നോക്കുക. ഇന്നലെ വന്ന വാർത്ത, അള്ളാഹുവിന്റെ വിശുദ്ധമായ മന്ദിരത്തിലേക്ക് ഹജ്ജിന് പോയ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കാളികളുമില്ല എന്ന് തൗഹീദ് അംഗീകരിച്ച ഒരു ഹാജി, ഒരു ദുയൂഫുർ റഹ്മാനാണ്. ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, ഒരു ജിന്നുമ്മയുടെ ഉപദേശങ്ങൾക്ക് വിധേയമായി 600 പവൻ സ്വർണവും അദ്ദേഹത്തിന്റെ ജീവനും നഷ്ടപ്പെട്ടത് സാക്ഷര കേരളത്തിലാണ്. അറിവും വിദ്യാഭ്യാസവും കച്ചവടത്തിന്റെ വൈദഗ്ധ്യവും ഒക്കെ അറിയാമെന്ന് വലിയ ജാഡ്യങ്ങളും ജാള്യതകളും നടിക്കുന്ന മനുഷ്യർക്കിടയിലാണ് ഇത്തരം നരഹത്യകൾ നടക്കുന്നത്. നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. കാരണം നമ്മുടെ പുരോഹിതന്മാർ പ്രേതക്കഥകളും ജിന്നിന്റെയും അതുപോലെ ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മെ ഭയപ്പെടുത്താറുണ്ട്. രാത്രിയിൽ ലൈറ്റ് അണച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇന്നയാളെ കണ്ടു, ഇന്ന വ്യക്തിയെ കണ്ടു. കാരണം മനുഷ്യരുടെ മനസ്സിൽ എല്ലാ കഥകള്, ജിന്നിന്റെയും ഭൂതവർത്തമാനങ്ങളും ഈ പുരോഹിതന്മാർ, തൗഹീദിൽ നിന്ന് പോലും അടർത്തിക്കളയുന്ന പുരോഹിതന്മാർ ഇത്തരം മായാവി കഥകളും ജിന്ന് സേവകളും ഒക്കെ മനുഷ്യരെ ഭയവിഹ്വലതകളിലേക്ക് കൊണ്ടുപോകുമ്പോ റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഹു, ശപിക്കപ്പെട്ട പിശാചും അവന്റെ കൂട്ടുകാരുമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഫലാ തഖാഫൂഹും, അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് അത് കേട്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ ഭരണം നടക്കും, നിങ്ങളുടെ കച്ചവടം തകർന്നു പോകും, ഇന്ന ക്രിയകൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് നിങ്ങളെ ഭയപ്പെടുത്തുമ്പോ ഫലാ തഖാഫൂഹും, നിങ്ങൾ ഭയപ്പെടരുതേ. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇത്തരം ജിന്നുമ്മമാരുടെ, ഇത്തരം മുസ്താദന്മാരുടെ ഏജന്റന്മാര് വരുമ്പോ ഫലാ തഖാഫൂഹും, നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ. സഹോദരങ്ങളെ,
ഇപ്രകാരമുള്ള ഒരു ജ്യോത്സ്യനെ സമീപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ. ഇപ്രകാരം ഒരു ജിന്നുമ്മയോടോ ഒരു തങ്ങളുപ്പാപ്പയോടോ നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ നാം അവരോട് പറയുകയാണ് എങ്കിൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ കർമ്മങ്ങൾ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. നമ്മുടെ എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യമായ വർത്തമാനങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിലാണ്, റബ്ബിന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അദൃശ്യമായ വർത്തമാനം ഒരു പ്രവാചകനും ഒരു മലക്കിനും ഒരു ജിന്നിനും അറിയുകയില്ല, അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും എല്ലാ നിഗൂഢതകളും അല്ലാഹു അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല അത് അടർന്നു വീഴുമ്പോൾ അതും കൃത്യമായി റബ്ബറിയും. എല്ലാ രഹസ്യ പരസ്യങ്ങളും എല്ലാ അദൃശ്യമായതും അറിയുന്നത് റബ്ബാണ്. പ്രശ്നങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സ് തുറക്കേണ്ടത് റബ്ബിനോട് മാത്രമായിരിക്കണം സഹോദരങ്ങളെ. ഇപ്രകാരം ജ്യോത്സ്യൻ ഓതിയും തരുന്ന ഉറുക്കുകൾ നാം കെട്ടിയാൽ ഫഖദ് അശ്റക, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മതത്തിൽ നാം ബഹുദൈവാരാധന കടത്തിക്കൂട്ടി. ഇത്തരം ജ്യോത്സ്യന്മാരിൽ നിന്നും ഇത്തരം മതത്തെ ചൂഷണം ചെയ്യുന്ന തങ്ങന്മാരിൽ നിന്നും അതുപോലെ തന്നെ ജിന്നുമ്മമാരിൽ നിന്നും ജിന്ന് സേവകരിൽ നിന്നും അല്ലാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും മരണാസന്നമാകുന്ന സമയം വരെയും അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും എങ്ങനെ ജീവിച്ചോ അപ്രകാരം ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ അല്ലാഹുവിൻ്റെ ഈ മസ്ജിദിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ദാനധർമ്മങ്ങൾ പ്രത്യേകം ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഇപ്രകാരമുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിക്കുമ്പോൾ ഇത്തരം തൗഹീദി പ്രബോധനവും ഈ സമൂഹത്തെ സംസ്കരിക്കേണ്ട ഒരു ബാധ്യതയും ഇപ്രകാരമുള്ള മസ്ജിദുകളും അതിൻ്റെ പ്രവർത്തകരുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിന് വേണ്ടി നിങ്ങൾ സദഖയും ദാനധർമ്മങ്ങളും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് രോഗങ്ങളും പ്രതിസന്ധികളുമായി മനുഷ്യരുടെ മുന്നിൽ യാചിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ മതത്തെ ചൂഷണം ചെയ്യുന്ന ഇത്തരം മനുഷ്യരിൽ നിന്ന് നാഥ നീ സംരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ അവസാനം വരെ തൗഹീദ് അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ആ പൂർണ്ണമായുള്ള യഖീൻ നാഥ നീ ഞങ്ങൾക്ക് തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗികളായി കഴിയുന്നവർക്ക് ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.